ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിൻ്റെ കമ്പോണൻ്റായിട്ട് വരുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കുറിച്ചിട്ടാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനുശേഷം വരുന്ന മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താ? മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഇക്കണോമിക്കലി അണ്ടർസർവ്ഡ് ആയിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാർക്ക് ബാങ്കിങ് ആക്ടിവിറ്റി, അതായത് സ്മോൾ സേവിങ്സ് നടത്താനും അവർക്ക് വേണ്ട സമയത്ത് ലോൺസ് ലഭിക്കാനും ക്രെഡിറ്റ് അവൈലബിലിറ്റി ഉറപ്പ് വരുത്താനും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മൈക്രോ ഫിനാൻസ്. ഇവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലോ ഇൻകം ഇൻഡിവിജ്വലിനോ ഗ്രൂപ്പിനോ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക, പിന്നെ അവരുടെ കുഞ്ഞു കുഞ്ഞു സേവിങ്സ് സ്വീകരിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവർ പ്രധാനമായിട്ടും അണ്ടർസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ഏരിയകളിലാണ് നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും സെമി അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലുമാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സാധാരണയായിട്ട് കാണുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? വിമൻ എംപവർമെൻറ്റ്, സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രൊമോഷൻ, പോവർട്ടി അലവേഷൻ, ഇൻക്ലൂസീവ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പ്, അതായത് നമ്മൾ കമ്പാരിറ്റീവ്ലി വീക്കർ എന്ന് കരുതുന്ന സെക്ഷനിലേക്ക് ഫണ്ട് അവെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിലനിൽക്കുന്നത്. ഈ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന വേർഡ് എന്താ മീൻ ചെയ്യുന്നത്? മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് ഈ ഫിനാൻഷ്യൽ സർവീസസ്, അതായത് മൈക്രോ ലോൺസ്, സേവിങ്സ്, ഇൻഷുറൻസ് പോലുള്ള മൈക്രോ ഫിനാൻഷ്യൽ സർവീസസ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതായത് ട്രഡീഷണൽ ബാങ്കിങ്ങിൻ്റെ ആ ഒരു അവൈലബിലിറ്റി, ഫെസിലിറ്റി ഒന്നും ഇല്ലാത്ത ആൾക്കാരിലേക്ക് ഫണ്ടിങ് എത്തിക്കുക. ആരാണ് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അല്ലെങ്കിൽ അണ്ടർസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്? പ്രധാനമായിട്ടും ലാൻഡ്ലെസ് ലേബേഴ്സ്, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, വിമൻ ലെഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, അതായത് നമ്മളുടെ അയൽക്കൂട്ടം, കുടുംബശ്രീയൊക്കെ പോലെയുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, ആർട്ടിസൻസ്, മൈക്രോ ഓൺട്രപ്രണേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരാണ് അണ്ടർസർവ്ഡ് ആകുന്നത്. അവർക്കാണ് ട്രഡീഷണൽ ആയിട്ടുള്ള സർവീസസ് അധികം ലഭിക്കാത്തത്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മൈക്രോ ഫിനാൻസ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു റോളെന്ന് പറയുന്നത് വിമൻ എംപവർമെൻറ്റും സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ പ്രൊമോഷനും പോവർട്ടി അലിവേഷനും ഇൻക്ലൂസീവ് ഗ്രോത്ത് ഫോസ്റ്റർ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത്. മൈക്രോ ഫിനാൻസിനകത്ത് നമ്മുടെ ഈ കുടുംബശ്രീയിലൊക്കെ ആൾക്കാർ ലോൺ എടുക്കില്ലേ, അതെങ്ങനെ ചെയ്യുന്നു? ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നിട്ട് അവർ ലോൺ ചെയ്യുന്നത്. അതൊക്കെ മൈക്രോ ഫിനാൻസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ബേസ്ഡ് ലെൻഡിങ് മോഡൽസാണ് മൈക്രോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? പിയർ അക്കൗണ്ടബിലിറ്റി, അല്ലെ റെഗുലർ റീപേയ്മെൻറ്റിൻ്റെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ഒരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾ ലോണ് റീപേ ചെയ്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നും കൂടെ പൈസ പോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൂടെയുള്ള ആളെയും കൂടെ പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് സിസ്റ്റത്തിൽ ലോൺ എടുക്കുക. അപ്പം റീപേയ്മെൻറ്റിൻ്റെ റിസ്ക് അവിടെ ഒഴിവാക്കും. അങ്ങനെയാണ് മൈക്രോ ഫിനാൻസ് വർക്ക് ചെയ്യുന്നത്. മൈക്രോ ഫിനാൻസ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിനകത്ത് എന്ത് പങ്കാണ് വഹിക്കുന്നത്? ഒന്ന്, നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് പ്രൊമോട്ടിങ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതായത് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഈ മറ്റേ ബാങ്കിങ് സിസ്റ്റത്തിലൊക്കെ പോകുമ്പം വലിയ തോതിലുള്ള ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഫിനാൻസ് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് വിമൻ എംപവർമെൻ്റ് ആണ്. സ്വാഭാവികമായിട്ടും കുടുംബശ്രീയിലൊക്കെ വർക്ക് ചെയ്യുന്നത് മൈക്രോ ഫിനാൻസ് ആണ്. അപ്പം സ്ത്രീകൾക്ക് കുറച്ചുകൂടെ അവരുടേതായ ഒരു വ്യക്തിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് അവർക്ക് ലോൺസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ അവർക്ക് സ്വന്തമായ ഒരു സേവിങ്സ് എന്ന് പറയുന്നൊരു സിസ്റ്റം, അതെ സാധാരണ വീട്ടമ്മമാർക്കൊക്കെ ഇല്ലാത്തൊരു സാധനമാണ് സ്വന്തമായിട്ടുള്ള സേവിങ്സ്. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈക്രോ ഫിനാൻസ് നിലനിൽക്കുന്നത്. ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് പൈസ വേണമെങ്കിൽ ബോറോ ചെയ്യാനും നമ്മുടെ മൈക്രോ ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അവർക്കൊരു ഹൗസ് ഹോൾഡ് വെൽഫെയർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഇൻകം, അവർ സേവ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ എൻകറേജിങ് മൈക്രോ ഓൺട്രപ്രണർഷിപ്പ്, കുഞ്ഞു കുഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് കോട്ടേജ് ഇൻഡസ്ട്രീസൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടാകും. അവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ സപ്പോർട്ട്, ലെൻഡിങ് പ്രോസസ്സാണ് മൈക്രോ ഫിനാൻസ്
പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിലേക്ക് എനിക്ക് ഫണ്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സമീപിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ചെറിയ തോതിലുള്ള എന്താ ലോൺസ് പോലുള്ള സാധനങ്ങൾ അവർ എനിക്ക് തരും. ഇപ്പം ടൈലറിങ്, പെറ്റി ഷോപ്സ്, ഡയറി ഫാമിങ്, ഹാൻഡിക്രാഫ്റ്റ്സ് പോലെയുള്ള ആൾക്കാർ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ലോണൊക്കെ കൊടുക്കുന്നത് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനും അവരുടെ ആ ഒരു ഓൺടർപ്രണർഷിപ്പ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പൊക്കെ ആയിരിക്കും, അതൊക്കെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. 4th വൺ, ഇംപ്രൂവിങ് ക്രെഡിറ്റ് ഡിസിപ്ലിൻ. ഇപ്പോൾ ഒരു ലോൺ നമ്മൾ മൈക്രോ ഫിനാൻസ് വഴി എടുത്തു കഴിഞ്ഞാൽ അതൊരു മന്ത്ലി പേയ്മെൻറ്റോ അല്ലെങ്കിൽ വീക്ക്ലി പേയ്മെൻറ്റോ ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ പ്രോസസ്സിൽ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്യുമ്പം നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് പേ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിനകത്ത് സിബിൽ സ്കോറൊക്കെ പറഞ്ഞില്ല, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് പ്രധാനമായിട്ടും കുറേ ആൾക്കാരൊക്കെ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ലോൺ എടുക്കുന്നത് ഈ മൈക്രോ ഫിനാൻസിലൂടെ. അതായത് ബാങ്കിങ് സിസ്റ്റത്തിൽ ലോൺ എടുത്ത് പരിചയമില്ല, പക്ഷെ മൈക്രോ ഫിനാൻസ് വഴി അവർ ലോണൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്രെഡിറ്റ് സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ റീപേയ്മെൻറ്റിനെ കുറിച്ചും ഒക്കെയുള്ളൊരു ബോധവൽക്കരണമൊക്കെ നടക്കുന്നതും അതിന് സ്ട്രക്ചർ റീപേയ്മെൻറ്റ് നടത്തുന്നതൊക്കെ മൈക്രോ ഫിനാൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർക്കൊരു ക്രെഡിറ്റ് ഡിസിപ്ലിൻ ഉണ്ടാവും. നെക്സ്റ്റ് വൺ, മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്മോൾ ലോൺ സൈസസ് ആണ്. അതായത് കുഞ്ഞു റേഞ്ചിലുള്ള ലോണാണ് കൊടുക്കുന്നത്. 5,000 മുതൽ 50,000 വരെ ഉള്ള ലോൺസ്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ലഭിക്കുന്നത്, അതായത് സാധാരണ കുഞ്ഞ് ഫാമിലിയൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അധികം വരുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് പൈസ വേണം. അവർക്ക് ഒരു വലിയ ലോണല്ല ഇവർക്ക് വേണ്ടത്, ചെറിയൊരു എമൗണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫണ്ടിങ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോ കൊളാട്രൽ റിക്വയർഡ്, അതായത് നമ്മൾ ഈട് വെക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ഗ്യാരണ്ടീസ് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാം, എനിക്ക് മൈക്രോ ഫിനാൻസിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി ഞാൻ ലോൺ എടുക്കുമെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ ലോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കിനും എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഗ്യാരണ്ടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കുടുംബശ്രീ ലോൺ എടുക്കുന്ന എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അവർ ഗ്രൂപ്പായിട്ട് പോയി ലോൺ എടുക്കുന്നു. ഒരാൾക്ക് ജാമ്യം നിൽക്കുന്നത് ആരാണ്? ബാക്കി ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അല്ലാതെ നമ്മൾ ഈ ഗോൾഡോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അസറ്റോ കൊണ്ടുപോയി വെച്ചിട്ടല്ല അത് ലോൺ എടുക്കുന്നത്. അപ്പോൾ ഈട് വെക്കേണ്ടി വരുന്നില്ല, ഒരു ഗ്യാരണ്ടിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ 3rd വൺ, ഹൈ റീപേയ്മെൻറ്റ് ഫ്രീക്വൻസി. അതായത് റീപേയ്മെൻറ്റ് മാസത്തിലൊന്ന് അല്ലെങ്കിൽ 2 മാസത്തിലൊന്ന് എന്നുള്ള സിസ്റ്റത്തിനേക്കാളും കൂടുതൽ ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയുള്ള സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് റെഗുലർ കോൺടാക്റ്റ് ഉണ്ടാവും, അതുപോലെ ട്രസ്റ്റും ഉണ്ടാവും. 4th വൺ, മേജർ ഫീച്ചർ എന്ന് പറയുന്നത് ടാർഗറ്റ് ഡെമോഗ്രഫിക്ക്. ഇത് റൂറൽ ഹൗസ് ഹോൾഡിനെയും പിന്നെ പോവർട്ടി ലൈനിന് താഴെയുള്ള വിമനെയൊക്കെ അവരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു കുറച്ചുകൂടി പോപ്പുലേഷനെ ഫോക്കസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മോഡൽസ് ഓഫ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസിൻ്റെ ഒന്നാമത്തെ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ മോഡലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ബാങ്ക് ലിങ്കേജ് മോഡൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനെ കുറിച്ചിട്ടാണ്. അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബശ്രീയാണ്. 10ഓ 20ഓ സ്ത്രീകൾ, 10 മുതൽ 20 വരെയുള്ള സ്ത്രീകൾ കൂടുന്ന ഒരു ഇൻഫോർമൽ ഗ്രൂപ്പാണ്. ഇവരുടെ സേവിങ്സ് ഒന്നിച്ചു കൊണ്ടുവരും, എന്നിട്ട് അതിൽ നിന്നും വേണ്ട ആൾക്കാർ ലോൺസായിട്ട് അതെടുക്കും. പിന്നെ ഇവർക്ക് എക്സ്റ്റേണലായിട്ട് ലോണിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നത്? ചില ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്യും. പ്രധാനമായിട്ടും യൂണിയൻ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക് പോലുള്ള ബാങ്കുകളിലാണ് ഇവർ എക്സ്റ്റേണൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ലിങ്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലിങ്കേജ് ലോൺസ് എന്ന് വിളിക്കുന്നതിന്, ലിങ്ക് ചെയ്തിട്ടെടുത്ത ലോൺസ്. പിന്നെ അടുത്തതാണ് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്. ആ ഒരു മോഡലിനകത്ത് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആൾക്കാർ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഗ്രൂപ്പ് ആൾക്കാർ ഒന്നിച്ച് ചെന്ന് ലോൺ എടുക്കുക. എന്നിട്ട് ഇവരുടെ പേയ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് റീപേയ്മെൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്. അതായത് ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാരണ്ടി വെച്ച് ലോൺ എടുക്കുന്നു. ഇതാണ് ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് മെമ്പറിൽ ഒരാൾ പോലും പറ്റിച്ചിട്ട് പോകാനുള്ള സാധ്യതയില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും റിസ്ക് ഉണ്ട്. ഒരാൾ പറ്റിച്ചിട്ട് പോയാൽ മറ്റുള്ള ആൾക്ക് അതിൻ്റെ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും.
അയാളുടെ കയ്യിൽ നിന്നായിരിക്കും ഈ എമൗണ്ട് പോകുന്നത്. അപ്പോൾ റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ മറ്റേ ആൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. തേർഡ് വൺ ആണ് ഗ്രാമീൺ മോഡൽ. ഇതെന്ന് പറയുന്നത് മുഹമ്മദ് യൂനൂസിൻ്റെ ബംഗ്ലാദേശ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മോഡലിനെ ഇൻസ്പയർ ചെയ്തിട്ട് വന്നതാണ്. ഇവിടെ ഒരു ടൈറ്റ് നിറ്റ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്, അതിന് ഭയങ്കരമായിട്ട് കൂടിച്ചേർന്നിട്ടൊരു ഗ്രൂപ്പ്, കിട്ടുപിണിഞ്ഞ് കിടക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയും. ഇവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഒക്കെ നടത്തും, പിന്നെ കമ്മ്യൂണിറ്റി ബോണ്ടിങ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ അത് ഫോക്കസ് ചെയ്ത് അവർക്ക് ലെൻഡിങ് പ്രോസസ്സ് നടത്തുന്നു. അതാണ് ഗ്രാമീൺ മോഡൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് MFI, അതായത് മൈക്രോ ഫിനാൻസിൻ്റെ മോഡേണൈസേഷൻ, അതിൽ മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് മൊബൈൽ ബേസ്ഡ് ലോൺ ആപ്ലിക്കേഷൻസ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ്. മൊബൈൽ ബേസ്ഡ് ആയിട്ട് ഇവർക്ക് ലോൺസ് എടുക്കാൻ പറ്റുന്ന ആപ്സ് മൈക്രോ ഫിനാൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ KYC, ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ട് ഇവർക്ക്. AI ബേസ്ഡ് ക്രെഡിറ്റ് സ്കോറിങ് ഇവിടെയുണ്ട്. SMS-ഉം ആപ്പ് ബേസ്ഡും ആയിട്ടുള്ള റിമൈൻഡേഴ്സ്, റീപേയ്മെൻറ്റിന് റിമൈൻഡേഴ്സ് നമ്മൾ പറഞ്ഞില്ല AIയുടെ കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനും മൈക്രോ ഫിനാൻസ് കുറച്ചുകൂടെ ഫാസ്റ്റും ട്രാൻസ്പെറൻറ്റും ഒക്കെ ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിജിറ്റലൈസേഷൻ വന്നിരിക്കുന്നത്. ഈ മൈക്രോ ഫിനാൻസിന് എക്സാമ്പിളാണ് SKS മൈക്രോ ഫിനാൻസ്. ഇപ്പോൾ ഭാരത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് അറിയപ്പെടുന്ന ആ ഒരു മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇവർ ഗ്രാമീൺ മോഡലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലെൻഡിങ് പ്രോസസ്സ് നടത്തുന്നത്. റീപേയ്മെൻറ്റിൻ്റെ കോസ്റ്റൊക്കെ കുറവായിരിക്കും. പിന്നെ എന്താ ചെയ്യുന്നത്, അങ്ങോട്ട് റൂറൽ ഓൺട്രപ്രണർഷിപ്പ് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇനി MFI നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഓവർ ഡെപ്റ്റഡ്നെസ്. അതായത് ഒരാൾ തന്നെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് പല MFIന്ന് ലോൺ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ഇവർക്ക് എന്ത് സംഭവിക്കും, ഡെപ്റ്റ് ട്രാപ്സിലേക്കൊക്കെ പെട്ടുപോകാൻ, അതായത് കടം കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലോൺ എടുത്തു, അവിടെ നിന്ന് ലോൺ എടുത്തു, പല മൈക്രോ ഫിനാൻസിൽ നിന്ന് എടുത്തു, അപ്പോൾ എനിക്ക് റീപേ ചെയ്യണ്ടേ, അങ്ങനെയുള്ളൊരു ഓവർ ഡെപ്റ്റഡ്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലോൺ റിക്കവറി ഇഷ്യൂസ്, ഇപ്പം പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസോ ലോക്കൽ ഡിസ്റപ്ഷൻ, ലോക്കലി എന്തെങ്കിലും ഇഷ്യൂ വന്നാലും ഒക്കെ റീപേയ്മെൻറ്റ് റേറ്റിനെ ബാധിക്കാറുണ്ട്. അതായത് എൻ്റെ പൊളിറ്റിക്കൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വന്നാലോ അല്ലെങ്കിൽ ലോക്കലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ റീപേയ്മെൻറ്റിനെ അത് ബാധിക്കും. അങ്ങനെ കുറേ പേർക്ക് സംഭവിക്കുകയാണ് ലോൺ റിക്കവറി ഇഷ്യൂ ആണ് അത് ഉണ്ടാക്കുന്നത്. ഇനി റെഗുലേറ്ററി സ്ക്രൂട്ടിനി, RBI പീരിയോഡിക്കലി ഇതിനെ അസസ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ക്രെഡിബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ റിസ്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് RBIയുടെ ഒരു റെഗുലേറ്ററി സ്ക്രൂട്ടിനി ഇതിൻ്റെ പിന്നിലുണ്ടാകും. പിന്നെ ലിമിറ്റഡ് ഫണ്ടിങ്, മൈക്രോ ഫിനാൻസ് ഭയങ്കരമായിട്ടും ഉള്ള ഫണ്ടിങ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ ഭയങ്കരമായിട്ടും ബാങ്കിനെ ആശ്രയിച്ചിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ബാങ്കിൻ്റെ നിന്നും ലോൺ കളക്ട് ചെയ്ത് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാങ്കിൽ എന്തെങ്കിലും ലിക്വിഡിറ്റി ഷോക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൈക്രോ ഫിനാൻസിനെ ബാധിക്കും. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു RBIയുടെ ഒരു റെഗുലേഷൻ കാറ്റഗറിയുടെ കീഴിലാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയും നിലനിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള NBFC, MFI, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി, മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവർ റിലേറ്റഡ് ആയിട്ട് RBIയിൽ വന്ന റീസെൻറ്റ് ചേഞ്ചസ് അല്ലെങ്കിൽ റൂൾസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെഷനകത്ത് പറയുന്നത്. ലോണിൻ്റെ ഇൻട്രസ്റ്റിന് ഒരു ക്യാപ്പ് സെറ്റ് ചെയ്തു, അതായത് അപ്പർ ലിമിറ്റ് സീലിംഗ് സെറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത് ചെയ്തത് ലോണിൻ്റെ കാര്യങ്ങളിൽ ട്രാൻസ്പെറൻസി മാൻഡേറ്ററി ആക്കി. അതായത് നിർബന്ധമായും ലോൺ റിലേറ്റഡ് ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരിക്കണം, ബോറോവറും അതുപോലെ ലെൻഡ് ചെയ്യുന്ന മൈക്രോ ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷനും. അതിനൊരു ട്രാൻസ്പെറൻസി ഉണ്ട്. പിന്നെ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ബോറോവറിൻ്റെ ഇൻഡെപ്റ്റഡ്നെസ്, അതായത് കടം വാങ്ങുന്നതിൻ്റെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തു. ഇൻഡെപ്റ്റഡ്നെസ്, കടം റിലേറ്റഡ് ആയിട്ടൊരു ലിമിറ്റ് സെറ്റ് ചെയ്തു.